ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരുവരങ്ങാടി മണ്ഡലം സ്ഥാനാർത്ഥിയും CPI പ്രതിനിധിയുമായ AIYF മലപ്പുറം ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK സമതാണ് നിലയും നിലപാടും പരിപാടി ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. തിരുവരങ്ങാടിയുടെ ഒരു ചരിത്രം വെച്ചത് UDFന്റെ ഒരു കോട്ടയാണ്. പരമ്പരാഗതമായി UDFന്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. താങ്കളാവട്ടെ മത്സരത്തിൽ ഒരു കന്നിക്കാരനാണ്. പുതിയ തെരഞ്ഞെടുപ്പ് അംഗത്തെ എങ്ങനെ കാണും? വിജയപ്രതീക്ഷയോടുകൂടിയാണ്. തിരുവരങ്ങാടി മണ്ഡലം ഏറെക്കാലമായി UDFന്റെ പ്രതിനിധികൾ ജയിച്ചു വരുന്ന മണ്ഡലമാണ്, ലീഗിന്റെ പ്രതിനിധികൾ ജയിച്ചു വരുന്ന മണ്ഡലമാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് തർക്കമല്ല. പക്ഷെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ ഒന്നടങ്കം ഈ പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുമ്പോൾ 1980കളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട് രണ്ട് പ്രബല മുന്നണികളായി കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തുടങ്ങിയതിൽ പിന്നെ സാധാരണ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലി എന്ന് പറയുന്നത് 5 കൊല്ലം LDF ഭരിച്ചാൽ 5 കൊല്ലം UDF. എന്നാൽ ആ ഒരു പാരമ്പര്യത്തിന് അവസാനം കുറിപ്പിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ജനസംസാരവും പൊതുജന ശൈലിയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിലെ UDFന്റെ നേതാക്കന്മാർക്ക് പോലും ഈ തെരഞ്ഞെടുപ്പിൽ UDF തീർച്ചയായും അധികാരത്തിൽ വരുമെന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് 5 കൊല്ലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന ഭരണ നടപടികൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അത്ര വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മാറ്റം തിരുവരങ്ങാടി മണ്ഡലത്തിൽ മാത്രം പ്രതിഫലിക്കാതെ പോകുമെന്ന് കരുതാൻ തക്ക ന്യായീകരണങ്ങളൊന്നുമില്ല. കേരളത്തിൽ പലകുറി മാറ്റങ്ങൾ സംഭവിച്ചപ്പോഴും ഓരോ 5 കൊല്ലം കൂടുമ്പോൾ മുന്നണികൾ മാറുമ്പോഴും തിരുവരങ്ങാടിയെ മാറ്റം സ്പർശിക്കാറില്ല. അത്തരമൊരു സാഹചര്യത്തൊക്കെ അതിജീവിച്ച് ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് പഴയ തിരുവങ്ങാടിയല്ല പുതിയ തിരുവരങ്ങാടി. ഈ തിരുവരങ്ങാടി കേരളത്തിലെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് യുവജനങ്ങൾ നന്നായുള്ള ഒരു പ്രദേശമാണ് തിരുവരങ്ങാടി. ഇവിടുത്തെ വിദ്യാസമ്പന്നരായ യുവജനങ്ങളാണ് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ ഏറെക്കാലമായി ജനിച്ച് പ്രതിനിധീകരിച്ചു പോകുന്ന പ്രതിനിധികളെ സംബന്ധിച്ചും അവരുടെ നടപടികളെ സംബന്ധിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും കാര്യകാരണ സഹിതം വിലയിരുത്താൻ കഴിയുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ മണ്ഡലത്തിനകത്തുണ്ട്. കഴിഞ്ഞ ഏറെക്കാലമായി UDFന്റെ പ്രതിനിധികൾ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോകുന്നു. പാർലമെന്റ് ഈ പ്രദേശം പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോകുന്നു. ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങളിൽ ഇരിക്കുന്നു. പക്ഷെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിയാത്ത മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് തിരുവരങ്ങാടി. ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ ജയിച്ചു പോയി. 650 കോടിയിൽ പരം രൂപയുടെ വികസന പദ്ധതികളാണ് തൊട്ടടുത്ത് പൊന്നാനിയിൽ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. സ്വപ്നതുല്യമായ പദ്ധതികളാണ് ശ്രീ KT ജലീലിന്റെ നേതൃത്വത്തിൽ കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതി അടക്കം ഏറ്റവും മാതൃകാപരമായ വികസന പദ്ധതികളാണ് V ശശികുമാറിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. മഞ്ഞളാംകുഴി അലി മുസ്ലിം ലീഗിലേക്ക് കൂടുമാറിയെങ്കിലും മങ്കട മണ്ഡലത്തിലെ സജീവമായ വികസന പ്രവർത്തനങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യൊപ്പുണ്ട്. ഈ മണ്ഡലങ്ങളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് തിരുവരങ്ങാടി കാലാകാലങ്ങളായി ഒരു പ്രതിനിധി ജയിച്ചു പോകുമ്പോൾ ഇവിടുത്തെ യുവജനങ്ങൾ, ഇവിടുത്തെ വോട്ടർമാർ, ഇവിടുത്തെ നിഷ്പക്ഷമതികളായ ആളുകൾ ഈ കാര്യങ്ങളെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടും, വിലയിരുത്തുമെന്നാണ് ഞങ്ങൾ വിശ്വാസം. ഈ നിഷ്പക്ഷമതികൾക്കപ്പുറത്ത് ഒരു രാഷ്ട്രീയ വോട്ട് തിരുവരങ്ങാടിയുടെ പുനർനിർണയത്തിന്റെ ഭൂമിശാസ്ത്രം മുസ്ലിം ലീഗിന് അനുകൂലമാണ്. ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുണ്ടായിരുന്ന വള്ളിക്കുന്ന് പഞ്ചായത്ത് പുതിയ മണ്ഡല നിർണയത്തോടുകൂടി തിരുവരങ്ങാടിയിൽ നിന്ന് വിട്ടുപോയി. പകരം ലഭ്യമായ സ്ഥലങ്ങളാവട്ടെ മുസ്ലിം ലീഗിന് വ്യക്തമായ രാഷ്ട്രീയ വോട്ടുള്ള സ്ഥലമാണ്. എന്നിട്ടും താങ്കൾ പ്രതീക്ഷ അർപ്പിക്കുന്നു. രാഷ്ട്രീയ വോട്ടായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറത്ത് കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ചത്. രാഷ്ട്രീയ വോട്ടായിരുന്നു KPA മജീദ് കഴിഞ്ഞ 14ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരി മണ്ഡലത്തിൽ പ്രതീക്ഷിച്ചത്. രാഷ്ട്രീയ വോട്ടായിരുന്നു MK മുനീർ സാഹിബ് മങ്കട മണ്ഡലത്തിൽ പ്രതീക്ഷിച്ചത്. രാഷ്ട്രീയ വോട്ടായിരുന്നു ET മുഹമ്മദ് ബഷീർ തിരൂർ മണ്ഡലത്തിൽ പ്രതീക്ഷിച്ചത്. അവർ രാഷ്ട്രീയ വോട്ട് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് കുറ്റപ്പെടുത്താനൊന്നുമില്ല. അനുഭവങ്ങൾ, കഴിഞ്ഞ കാലങ്ങളെ അനുഭവങ്ങൾ കേരളത്തിലും മലപ്പുറം ജില്ലയിലും നന്നായുണ്ട്. അത്ര അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനോ. തിരുവരങ്ങാടിയിൽ 3 തവണ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടി അഹമ്മദ് കുട്ടിക്ക് ഇത്തവണ പാർട്ടി സീറ്റ് നൽകിയിട്ടില്ല. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളോ അസ്വസ്ഥതകളോ മറുഭാഗത്ത് കാണുന്നുണ്ടോ? അതിനെ വോട്ടാക്കി മാറ്റാൻ
അത്തരം എന്തെങ്കിലും അടിയൊഴുക്കുകൾ ഉള്ളതായ രാഷ്ട്രീയ നിരീക്ഷണമുണ്ടോ? അതിന് മുസ്ലിം ലീഗിൽ നിന്നൊരു വോട്ട് ആ കെയർ ഓഫിൽ ലഭിക്കുമെന്ന് കരുതുന്നു. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞ 2-3 ദശാബ്ദ കൊല്ലക്കാലത്തോളമായി തികഞ്ഞ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് PK കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം വിവാദം മാത്രമല്ല. കഴിഞ്ഞ ഏറെക്കാലം തിരുരങ്ങാടി പോലത്തെ ഒരു പ്രദേശത്ത് നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ പാരമ്പര്യമുറങ്ങുന്ന ചരിത്രമുറങ്ങുന്ന മണ്ണാണ് തിരുരങ്ങാടി നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ആ തിരുരങ്ങാടി നിയോജക മണ്ഡലത്തിൽ സാമ്രാജ്യത്വ ദല്ലാൾപ്പണിയെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് ഇവിടുത്തെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ പന്തങ്ങൾ ഏറ്റുപിടിക്കുന്ന ജനവിഭാഗങ്ങൾ വോട്ട് നൽകുമെന്ന് ഇപ്രാവശ്യം നമുക്ക് കരുതാൻ നിർവാഹമൊന്നുമില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിനകത്ത് കഴിഞ്ഞ ഒരു 2-3 ദശാബ്ദക്കാലമായിട്ടും ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ചും അതിഗുരുതരമായ പ്രയാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ കുറുക്കോളി മൊയ്തീൻ മുസ്ലിം ലീഗിന്റെ ബഹുമാന്യനായ നേതാവാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രകടനങ്ങൾ നടന്നല്ലോ. മുസ്ലിം ലീഗിനകത്ത് സീറ്റ് ലഭിക്കാത്ത അസംതൃപ്തരായ ആളുകളെ കൊണ്ടുപോയി സംതൃപ്തിപ്പെടുത്തുന്നതിന് അവരുടെ പ്രത്യേക കമ്മിറ്റി പാണക്കാട് വിളിച്ചു ചേർക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോയി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേങ്ങരയിൽ മത്സരിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോൾ അടുത്ത ചോദ്യം മുനീറിന് അവിടെ സീറ്റ് കിട്ടുന്നുള്ളതാണ്. ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലേക്കും തർക്കത്തിലേക്കും അവർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു വലിയ ഉൾപാർട്ടി പ്രതിസന്ധിയിലേക്ക് ആ പാർട്ടി കടന്നു പോകുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തിരുരങ്ങാടി മണ്ഡലത്തിലും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. കാരണം എന്റെ എതിരാളിയായ ബഹുമാനപ്പെട്ട PK അബ്ദുൾ റബ്ബ് അദ്ദേഹം ഏറെക്കാലം പരപ്പനങ്ങാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. ഈ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചൊരു MLA പ്രതിനിധിയായി അദ്ദേഹം നിയമസഭയിൽ എത്തിയിട്ടില്ല. മഞ്ചേരി മണ്ഡലത്തിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം MLA ആയത്. മഞ്ചേരി മണ്ഡലത്തിൽ ഇപ്രാവശ്യം അദ്ദേഹം മത്സരിക്കുന്നില്ല. എടുക്കാത്ത ചരക്കുകളെ ഒക്കെ തിരുരങ്ങാടി എടുക്കുമെന്ന് കരുതാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. അബ്ദുറബ്ബ് നേരത്തെ ജനപ്രാതിനിധ്യം കൊടുത്തിരുന്ന താനൂർ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ തിരുരങ്ങാടിയുടെ ഒപ്പമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി അവകാശപ്പെടാവുന്ന ഒരു പാരമ്പര്യം, അദ്ദേഹത്തിന്റെ പിതാവ് ഒരുപാട് കാലം ഇവിടെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, ഉപമുഖ്യമന്ത്രിയായിരുന്നു. മുസ്ലിം ലീഗിന്റെ തട്ടകമാണ്. അബ്ദുറബ്ബ് ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ്. തുടങ്ങിയ അനുകൂല ഘടകങ്ങൾ ഒരുപാടുണ്ട്. അദ്ദേഹം സുപരിചിതനാണ്, പാരമ്പര്യമുണ്ട്, പരിചയമുണ്ട്. താങ്കളാവട്ടെ കന്നിക്കാരനാണ്. അങ്ങേ രാഷ്ട്രീയമായോ പൊതുപ്രവർത്തകനായോ മണ്ഡലത്തിന് സുപരിചിതനല്ല എന്ന ആരോപണം ശക്തമാണ്. ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ PK അബ്ദുറബ്ബ് എന്ന് പറയുന്ന ബഹുമാന്യനായ എതിർ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. അദ്ദേഹം കന്നിക്കാരനാണ് എന്നുള്ളത് കൊണ്ട് KT ജലീൽ കഴിഞ്ഞ തവണ PK കുഞ്ഞാലിക്കുട്ടിയായിട്ട് മത്സരിക്കുമ്പോൾ കന്നിക്കാരനായിരുന്നില്ലേ? മങ്കടയില് ആദ്യ തവണ ചെറിയ തിരിച്ചടിയല്ലേ മഞ്ഞളാംകുടിയിലേക്കുണ്ടായത്? PP അബ്ദുള്ള കുട്ടിയെ തിരൂരിൽ വിജയിച്ചു വരുമ്പോൾ കന്നിക്കാരനായിരുന്നു. ET മുഹമ്മദ് ബഷീർ കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിം ലീഗിന്റെ അറിയപ്പെടുന്ന നേതാവാണ്. വളരെ കന്നിക്കാരനായ ഒരാളല്ലേ PP അബ്ദുള്ള കുട്ടി. മുസ്ലിം ലീഗിന്റെ ET മുഹമ്മദ് ബഷീറിനെയും അബ്ദുള്ള കുട്ടിയെയും ഒരേ തട്ടിലിട്ട് തൂക്കാൻ പറ്റും. അദ്ദേഹം അവിടെ ജയിച്ചു വന്നില്ലേ? ഇവിടെ തിരുരങ്ങാടി മണ്ഡലത്തില് അദ്ദേഹം ത്തിന്റെ പാരമ്പര്യത്തെ സംബന്ധിച്ചോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ കുറിച്ചോ ഒന്നും ഞങ്ങൾക്കെതിരെ അഭിപ്രായമില്ല. ഇവിടെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർക്ക് വളരെ സുരക്ഷിതമായി ഒന്നിറങ്ങി ജയിച്ച് തിരിച്ചുപോയി അവനവന്റെ ഏർപ്പാടുമായിട്ട് പോകാൻ പറ്റുന്ന ഒരു സുരക്ഷിത മണ്ഡലമായി എക്കാലത്തും ലീഗ് ഇതിനെ കരുതുന്നുണ്ട്. ഇതിനായി ഒരു അതിശക്തമായ പ്രതിഷേധം, ഒരമർഷം, ജയിച്ചു പോകുക പിന്നെ തിരിച്ചു വരാതിരിക്കുക, ഇതിനെതിരായ ഒരു ശക്തമായ പ്രതിഷേധവും അമർഷവും ഈ മണ്ഡലത്തിനകത്തുണ്ട്. അത് കാണാതിരിക്കാൻ UDF-നും കഴിയില്ല, ഇവിടുത്തെ രാഷ്ട്രീയ ബോധമുള്ള ആർക്കും കഴിയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. താങ്കളുടെ കന്നി പോരാട്ടവും KT ജലീലിന്റെ പോരാട്ടവും തമ്മിൽ താങ്കൾ തുലനം ചെയ്യുന്നു. പക്ഷേ KT ജലീൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അക്കാലത്ത്. പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടിക്ക് വിധേയമായി അദ്ദേഹം പുറത്തു പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ വേദിയിൽ അദ്ദേഹം സുപരിചിതനാണ്. മാത്രമല്ല അന്ന് ലീഗ് വിരുദ്ധ വോട്ടുകൾ ഒക്കെയും സമാഹരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷെ തിരുവരങ്ങാടിയിൽ അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യമില്ല. PDP നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ രണ്ട് മുന്നണികൾക്കുമെതിരെ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. PDP ഇതിന് പറയുന്ന ന്യായം തന്നെ CPI കഴിഞ്ഞ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPIM സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും അത് PDPക്ക് രാഷ്ട്രീയമായി ദോഷം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു ലീഗ് വിരുദ്ധ വോട്ടുകളുടെ സമാഹരണം ലീഗിന്റെ കോട്ടയിൽ ലക്ഷ്യമിടാതെ എങ്ങനെയാണ് ഒരു വിജയപ്രതീക്ഷ വരുന്നത്? ലീഗ് വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയുന്ന വാദല്ലേ?
ഏകീകൃത വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഏകീകൃത വോട്ടുകളെ